ആരംഭിക്കുന്ന ക്യാമ്പയിൻ ഈ അക്കാദമിക വർഷത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു മഹാദൗത്യമായി തന്നെ നമ്മുടെ ക്യാമ്പസുകളിൽ ഏറ്റെടുക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ആമുഖം എന്ന നിലയിൽ സൂചിപ്പിക്കാനുള്ളത്. ഞാനിവിടെ കടന്നു വന്നപ്പോൾ ക്ലാസ്സിൻ്റെ ഭാഗമായി പിയർ പ്രഷറിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പിയർ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഈ കാര്യത്തിൽ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. സഹപാഠികൾക്കിടയിൽ ആരാണ് ആദ്യം അഡിക്ഷനിലേക്ക് പോകുന്നത് എന്ന് തിരിച്ചറിയാനുള്ള സാധ്യത വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് കൃത്യമായ പിയർ എഡ്യൂക്കേഷനിലൂടെ മാനസിക പരിവർത്തനത്തിന് ഈ അഡിക്റ്റായി മാറാൻ സാധ്യതയുള്ള കുട്ടികളെ ഒരുക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്കും കഴിയേണ്ടതുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട് തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ തന്നെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ആസാദ് സേനയ്ക്ക് രൂപം നൽകിയത്. ഏജൻറ്റ്സ് ഫോർ സോഷ്യൽ ആക്ഷൻ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന നിലയിൽ പിയർ എഡ്യൂക്കേഷന് പര്യാപ്തമായ നിലയിലുള്ള അവബോധമുണ്ടാക്കുകയും സോഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശാസ്ത്രീയമായ പരിശീലനം നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു സവിശേഷ സേനയായി ആസാദ് സേനയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് സുപ്രധാനമായൊരു കടമയായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കാണുകയാണ്. നാളെ രാവിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഈ ബോധപൂർണിമ ക്യാമ്പയിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിൽ വെച്ച് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് വിവിധ ഏജൻസികളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടാണ് ഒരു വർഷക്കാലത്തേക്കുള്ള കർമ്മപദ്ധതികൾ സംസ്ഥാന തലത്തിൽ തയ്യാറാക്കിയത്. ആ സന്ദർഭത്തിൽ സംസാരിച്ച പല വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചത് ഇന്ന് സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു കുട്ടിക്ക്, ഒരു വിദ്യാർത്ഥിക്ക് കടന്നു പോകേണ്ടി വരുന്ന അതിസങ്കീർണമായ ആന്തരിക സംഘർഷങ്ങളെക്കുറിച്ചാണ്. മുൻകാലങ്ങളെപ്പോലെ പുറത്തുപോയി കളിക്കാനും ഉല്ലസിക്കാനുമൊക്കെ അവർക്ക് വളരെ സമയം കുറവാണ്. പഠനത്തിൻ്റെ തിരക്കുണ്ട്, മറ്റ് രീതികളിലുള്ള സമ്മർദ്ദങ്ങളുണ്ട്. അതുപോലെ ഇലക്ട്രോണിക് ഡിവൈസസ് നിർണ്ണയിക്കുന്ന ദിശയിലേക്കാണ് ജീവിതം പോകുന്നത് എന്നുള്ളത് കൊണ്ട് മൊബൈൽ ഫോണിലൂടെയും മറ്റും ലഭിക്കുന്ന ഇമേജസ് അത് യാഥാർത്ഥ്യമാണോ വ്യാജമാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിൽ വലിയ രീതിയിൽ ഈ പല രീതിയിലുള്ള ഇമേജുകളുടെ ഈ ഒഴുക്ക് അത് അവരിലേക്ക് കടന്നു വരികയാണ്. ഇതൊക്കെ സൃഷ്ടിക്കുന്ന ആന്തരിക സംഘർഷങ്ങൾ പല രീതിയിലുള്ള വഴികളിലൂടെ പോകാൻ നമ്മുടെ വിദ്യാർത്ഥികളെ നിർബന്ധിക്കുകയാണ്. അതാണ് പ്രധാന പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് മൊബൈലിൻ്റെ ഇത്തിരി ചതുരത്തിൽ ഒതുങ്ങി നിന്ന് വീടിൻ്റെ പരിമിത വൃത്തത്തിനകത്ത് ഒതുങ്ങി നിന്ന് പോകുന്ന സമകാലിക രീതിയിൽ നിന്ന് വ്യത്യസ്തമായി കളിക്കളങ്ങളിലേക്കും കലാവേദികളിലേക്കും മറ്റ് സർഗാത്മക പ്രവർത്തനങ്ങളിലേക്കുമെല്ലാം കുട്ടികളെ കൊണ്ടുപോകുക എന്നുള്ളതിന് വലിയ പ്രാധാന്യം ക്യാമ്പസുകളിലും പുറത്തും നമ്മൾ നൽകേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. ലഹരിക്ക് ബദലായി നമുക്ക് ഉയർത്തിപ്പിടിക്കാനുള്ളത് ഇന്നിപ്പോൾ രാസലഹരി പോലെയുള്ള അതിസങ്കീർണതകളുള്ള ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷിച്ചെടുക്കാൻ അക്ഷരമാണ് ലഹരി, വായനയാണ് ലഹരി, സർഗാത്മകതയാണ് ലഹരി, കലയാണ് ലഹരി, സ്പോർട്സാണ് ലഹരി തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ബദൽ മുദ്രാവാക്യങ്ങളായി വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആ പ്രവർത്തനങ്ങളിലേക്ക് ഓരോ വിദ്യാർത്ഥിയെയും അഭിരുചിക്കൊത്ത പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് നയിക്കാൻ കഴിയണം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി തയ്യാറാക്കിയിട്ടുള്ള ആക്ഷൻ പ്ലാൻ ഇതിനകം എല്ലാ സ്ഥാപന മേധാവികളുടെയും മുൻപിൽ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിശദാംശങ്ങളും നിരന്തരം സ്ഥാപനങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വന്നത് സാഹിത്യ മത്സരങ്ങൾ, ഡിബേറ്റ് കോമ്പറ്റീഷൻസ്, അതുപോലെ ഷോർട്ട് ഫിലിംസ്, വീഡിയോസ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട മത്സരങ്ങൾ സ്ഥാപന തലത്തിലും നടത്തണം, യൂണിവേഴ്സിറ്റി തലത്തിലും നടത്തണം, സംസ്ഥാന തലത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അതുമായി ബന്ധപ്പെട്ട് മത്സരങ്ങൾ നടത്തും. അപ്പോൾ ആ നിലയിൽ ക്യാമ്പസ് ആകെ ഈ സജീവധാരയിലേക്ക് വരാവുന്ന നിലയിലുള്ള സർഗാത്മക പ്രവർത്തനം ഈ വിഷയം കേന്ദ്രീകരിച്ച് നടത്താൻ
ഭാവനാശേഷിയുള്ള നേതൃത്വത്തിന് സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ലഹരി ഉപയോഗിക്കുമ്പോൾ അവരവർക്ക് മാത്രമല്ല ദോഷമുണ്ടാകുന്നത്, കുടുംബാംഗങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രയാസം നേരിടുക. സമൂഹത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അത് പ്രശ്നമുണ്ടാക്കും. അപ്പോൾ വ്യക്തിപരമായും കുടുംബത്തിൻ്റെ കാര്യത്തിലും സാമൂഹികമായും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. മാനസികമായും ബൗദ്ധികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ ഒരാളെ തകർത്ത് കളയുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ ആകെ ഉലച്ചു കളയുന്ന ഈ വലിയ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് പ്രാദേശികമായിട്ടുള്ള കൂട്ടായ്മകളിലൂടെയൊക്കെ വലിയ പ്രതിരോധം ഉയർത്തിപ്പിടിക്കാൻ കേരളീയ സമൂഹം തയ്യാറെടുക്കുന്ന ഈ വേളയിൽ അതിൻ്റെ അഗ്രഗാമികളായി പതാകവാഹകരായി ഉന്നത വിദ്യാഭ്യാസ സമൂഹം ഉണ്ടാകും എന്ന് ഉറപ്പാക്കാനുള്ള നമ്മുടെ ചുമതല നന്നായി ഏറ്റെടുക്കണമെന്ന് ഏവരോടും സവിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. മധുരം ജീവിതം. നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും മാലിന്യ വിമുക്ത ക്യാമ്പസുകളായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. മാലിന്യ വിമുക്ത സമൂഹം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഉത്തരവാദപ്പെട്ട എല്ലാ ഏജൻസികളും അത് അനുവദിച്ച് തന്നിട്ടുള്ള സാഹചര്യത്തിൽ ഔപചാരികമായ പ്രഖ്യാപനം നിർവഹിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. നമ്മുടെ പോളിടെക്നിക് കോളേജുകളുടെ സമ്പൂർണ്ണ ഹരിത ക്യാമ്പസ് പ്രഖ്യാപനം ഔപചാരികമായി നിർവഹിക്കുന്നതായിട്ട് അറിയിക്കുന്നു.